ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണിയാണ്. ഇന്നൊരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത്. കുഞ്ഞിനെ എഴുതിയിട്ടില്ല കേട്ടോ. ഈ ഒരു സമയത്തും ആൾക്ക് ഇന്ന് ഉറക്ക ക്ഷീണമാണ് എന്നൊക്കെ പറയുമായിരുന്നു. എന്നോട് പറയുമായിരുന്നു എനിക്കങ്ങ് വയ്യ, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പറഞ്ഞു ശരി അവിടെ കിടന്നോ, ചോറൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ദോശ ചുട്ട് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ ശരി തന്നു വിട്ടോ. അതിശയായിപ്പോയി, തന്നു വിട്ടോളാൻ പറഞ്ഞപ്പോൾ. കാരണം ഇവിടെ വെച്ച് കഴിക്കുന്നതേ ആൾക്ക് ഇഷ്ടമല്ല, അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി കഴിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കഴിച്ചെന്നാൽ ദോശ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുട്ടി കുട്ടി ദോശ കേട്ടോ ചുട്ടെടുത്ത്. അതാകുമ്പോൾ ആൾക്ക് കഴിക്കും, കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങ് കൂടുതൽ കഴിച്ചാലോ എന്ന് വിചാരിച്ച് കുഞ്ഞു കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കി കൊടുത്തു. അത് മാത്രമല്ല ആൾക്ക് അവിടെ സ്പൂൺ വെച്ചാട്ടോ കഴിക്കുന്നത്. ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ആളിങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കൈ കഴുകാൻ പോകുമ്പോഴേക്ക് ആൾക്ക് സ്റ്റിക്കിലൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കൊടുത്തു വിടുമ്പോഴത്തേക്ക് ഒരു സ്പൂണും കൂടെ കൊടുത്തു വിടുക കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ദോശ നമ്മളിപ്പോൾ കൊടുത്തു വിടുമ്പോഴത്തേക്ക് അതിനകത്ത് പിച്ചി അല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ കുട്ടി കുട്ടി ദോശ ആകുമ്പോൾ ആൾക്ക് ഇങ്ങനെ കോരി കോരി കഴിക്കാമല്ലോ. അതിന് ഞാൻ ഇന്ന് സ്പൂണല്ല ഫോർക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ഫോർക്ക് ആകുമ്പോൾ ഇങ്ങനെ കുത്തി എടുത്തിട്ട് സാമ്പാറിൽ മുക്കി ഇങ്ങനെ കഴിക്കാമല്ലോ. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വ്ളോഗ് നമ്മൾ ഇപ്പോൾ എടുത്തതല്ല കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചത്തോളം ആകുന്ന ഈ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ട്, പക്ഷേ ഇടാൻ എനിക്ക് പറ്റിയില്ല. ഞാനിത് ഇട്ടെന്നുള്ളൊരു ഓർമ്മയിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസിൻ്റെ കാര്യം വിട്ടേ പോയി. ഇന്നലെ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു വ്ളോഗ് കിടക്കുന്നതായിട്ട് കണ്ടത് കേട്ടോ. അന്നേരം പിന്നെ വിചാരിച്ചു എന്നാൽ ഈ ഒരു വ്ളോഗ് നമ്മൾ എന്തായാലും എടുത്തല്ലേ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് ബ്രെഡ് ഓംലേറ്റ് ആക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ കുഞ്ഞിന് മുട്ട വേണ്ട, ഓംലേറ്റ് ആക്കണ്ട, ഞാൻ ബ്രെഡ് മാത്രം കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് ആളങ്ങ് ഇറങ്ങി. പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ ജോലി എന്താണ്, കുഞ്ഞൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കവർക്കും ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കുഞ്ഞൻ എന്താണ് ജോലി എന്നൊക്കെ. അപ്പോൾ കുഞ്ഞൻ എന്താണ് ജോലി എന്ന് വെച്ചാൽ കുഞ്ഞൻ അക്കൗണ്ട്സ് മാനേജറായിട്ട് ഒരിടത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണെന്ന് മാത്രം എന്നോട് ആരും ചോദിക്കരുത്, ഞാൻ പറയില്ല. പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്നെ കുനിച്ച് നിർത്തി കൂമ്പിനി അടിക്കും. എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമാണ് നീ വീഡിയോയിൽ എന്ത് വേണേലും പറഞ്ഞു, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് മാത്രം പറയുകയും ചെയ്യരുതെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് പലരും എന്നോട് എവിടെ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാത്തത്. കുറേ പേരെയൊക്കെ മനസ്സിലായിട്ടും വന്ന് ഇന്നടത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സൈലൻ്റായിട്ടിരിക്കും. എനിക്കറിയില്ല അപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് എന്നുള്ളൊരു ധാരണയിൽ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിട്ടോ ഞാൻ പറയാതെ. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഞാൻ പുറത്ത് വെച്ച് കാണുന്ന സമയത്ത് ഓരോരുത്തരും വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനെ എവിടെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വീഡിയോസിനകത്ത് മാത്രമേ ഉള്ളൂ പറയാത്തത്. നമ്മൾ നേരിട്ട് കണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോയ്ക്കകത്ത് പറയല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്രയും നാളായിട്ടും പറയാത്തത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യരുത് കേട്ടോ. അങ്ങനെ കുഞ്ഞൻ പോയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം വന്ന് കിടന്നു കേട്ടോ. രാവിലെ കുറച്ച് നേരം നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പിന്നീട് ഞാൻ വന്ന് കിടന്നു. അത് കഴിഞ്ഞൊരു 10-10:30 ആയിട്ടാണ് ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്ന്. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എഴുന്നേറ്റ് വന്നു. എനിക്ക് ബ്രെഡ് മാത്രം കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല, അതിനകത്തൂടെ എന്തെങ്കിലും ചേർത്ത് കഴിക്കുന്നതായിട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു മുട്ടയും കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. പിന്നെ നമുക്ക് മധുരം വേണമെങ്കിൽ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഓൾറെഡി ബ്രെഡിന് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തൊന്നുമില്ല. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് എടുത്ത് 2 സൈഡും ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് പിന്നെ താവയ്ക്കകത്ത് വെച്ചിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊള്ളിച്ചെടുക്കും കേട്ടോ തിരിച്ചിട്ടിട്ട്. അപ്പോൾ നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഈ കട്ടിയുള്ള ബ്രെഡ് കിട്ടത്തില്ലേ നമുക്ക്, ഭയങ്കര ചില ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര കട്ടിയൊക്കെ ആയിരിക്കും, സോഫ്റ്റ് ഒന്നും ഇല്ലാതിരിക്കും. അപ്പോൾ ഈ ഒരു പാല് ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് കൂട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും പറയണം. ഭയങ്കര ടേസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല, പക്ഷെ നല്ലതാണ്, എനിക്കിഷ്ടമാണ്. കുഞ്ഞിന് പക്ഷേ അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്കിഷ്ടമാണ്, ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം വന്ന് കിടന്നതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി തുണിയെല്ലാം കഴുകി 1-2 ജോഡിയൊക്കെ വെച്ച് കഴുകിയിടാന്ന് ചോദിച്ചു. ഒരുപാട് ഇങ്ങനെ കൂട്ടി ഇട്ടാലും നമുക്ക് പിന്നീട് ഇടാൻ തുണി വേണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചു കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ 1-2 ജോഡിയൊക്കെ കഴുകിയിടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞൻ ഞായറാഴ്ച മാത്രമല്ലേ ഉള്ളൂ അവധി. വൈകുന്നേരം വന്നിട്ട് അങ്ങനെ തുണി കഴുകലും കാര്യങ്ങളും നടക്കത്തില്ല. ആൾ വരുമ്പോഴേ ക്ഷീണിച്ചാണ് വരുന്നത്. എന്നിട്ട് തുണിയും കൂടെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു കഴുകുകയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ ഞായറാഴ്ച നമുക്ക് ലീവ് എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക്
രണ്ടിനും കൂടെ കഴുകാമെന്നൊക്കെ പറഞ്ഞാട്ടോ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം കഴുകുന്നത്. കുഞ്ഞൻ ഇങ്ങനെ ആക്കി തരും, ഞാൻ പിന്നെ പിഴിഞ്ഞ് അശയിലൊക്കെ ഇടും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അധികം നേരം നിൽക്കരുതെന്ന് ഡോക്ടർ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ബെഡ് റെസ്റ്റ് തന്നെ എടുക്കണമെന്നാണ് പറഞ്ഞു വിട്ടിരുന്നത്. പക്ഷേ നമ്മളുടെ സാഹചര്യം മോശമായതുകൊണ്ട് ഓരോ ജോലികളും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു എന്ന് മാത്രം. എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഇതുകൊണ്ട് ഫിസിയോയിൽ പോയി 3 ആഴ്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 വർഷം ആവുന്നു. അതായത് കുഞ്ഞിന് ആക്സിഡൻറ്റ് പറ്റി കിടന്ന ഒരു സമയത്തായിരുന്നു എനിക്കോട്ട് ഇതുകൊണ്ട് ബാക്ക് പെയിനും ഒക്കെ കൂടിയായിരുന്നു. അന്ന് എനിക്ക് വേദന കൊണ്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം ആളെ നോക്കുന്ന ആ ഒരു ഇതും പിന്നെ എന്തായിരുന്നു, അവിടെ നമ്മൾ 3 മാസത്തോളം നമ്മളിതുകൊണ്ട് ട്രിവാൻഡ്രത്ത് നിൽപ്പുണ്ടായിരുന്നു ആക്സിഡൻറ്റിന് ശേഷം. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ചെക്കപ്പൊക്കെ കാണും. അന്നേരം കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഫുള്ള് ഒടിഞ്ഞിങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് കായംകുളത്ത് വന്നിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ ട്രിവാൻഡ്രം പോകാൻ ഭയങ്കര എളുപ്പമുള്ള പണിയൊന്നുമല്ല. എന്നിട്ട് തന്നെ ആംബുലൻസിനകത്തായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തന്നെ. ആ ഒരു സമയത്തായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെയൊക്കെ ഒരു വീടൊക്കെ തപ്പി പിടിച്ച് അങ്ങനെ പിന്നെ അവിടെ ഒരു റൂം പോലെയാണ് അവിടെ തങ്ങിയത്. അപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തും പൊക്കിയൊക്കെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിലുണ്ട്. ആ സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, കുഞ്ഞിന് ആക്സിഡൻറ്റ് പറ്റി കിടന്ന സമയത്ത് തന്നെ. പിന്നീട് ആയപ്പോഴത്തേക്കങ്ങ് കൂടി ഒട്ടും പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാലിന് വേദന, ഉപ്പൂറ്റി വേദന, മുട്ടുവേദന, നടുവേദന, അങ്ങനെ ആകെ വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3 ആഴ്ച പോയി അവിടെ ഒരു ഫിസിയോയിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞ് ആ ഡോക്ടറുടെ മുഖേന നമ്മൾ വേറൊരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അതുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫുള്ളിങ്ങനെ ഓക്കെ ആയി വന്നായിരുന്നു. കാരണം മസിൽസൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റായി, നീർക്കെട്ടൊക്കെ ആയിട്ട് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു ശരീരത്ത്. അങ്ങനെ അതൊക്കെ ചെയ്തു, അതൊക്കെ മാറി. അത് കഴിഞ്ഞതായി വീണ്ടും ഇപ്പോൾ എനിക്ക് 2 വർഷം ആയപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് കൂടി കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞാൽ മസിൽസൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് കിടക്കുകയാണ്, നീർക്കെട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് വീണ്ടും പേടി, ഇനിയിപ്പം നമ്മളിത് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇത് കൂടുമോ എന്നുള്ളൊരു പേടി എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ ഫിസിയോയിൽ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇത് അന്ന് അവർ ചെയ്തത് ഓക്കെ ആയിരുന്നു, പക്ഷേ നമ്മൾ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ നോക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ. കാരണം നമുക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഹെവി പണിയൊന്നും ചെയ്യരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കരുത്, നിൽക്കുമ്പോൾ നമ്മൾ അത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നീർക്കെട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ. കാരണം കുറച്ച് നേരം ജോലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്ത് അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ ഒറ്റ നിപ്പിന് നിന്ന് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞാനത് അവിടുന്ന് ചെയ്തിട്ടും പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം പിന്നീട് പഴയപടി പിന്നെ എന്നുള്ള രീതിയിലായിരുന്നു. കാരണം ജോലികളൊക്കെ പഴയതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടും കാര്യങ്ങളായി. എനിക്ക് 1 ഇയർ ആവുന്നതിന് മുമ്പ് എനിക്ക് പിന്നെയും വേദനയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വേദന കൊണ്ട് ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഈ ഒരു പരിവായി, എന്ത് ചെയ്യാനാ. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം ജോലി ചെയ്താൽ പിന്നെ വന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചാട്ടോ. അങ്ങനെ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ദോശയായിരുന്നു. ദോശ ഞാൻ ചുട്ടു, 2 ദോശ മതിയായിരുന്നു. കാരണം എനിക്ക് അങ്ങോട്ട് അധികം കഴിക്കാനൊന്നും ഒരു മൂഡില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് ചുട്ടു, അവിടെ തന്നെ നിന്ന് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ വേറെ ഇല്ല, നമ്മൾ കഴിച്ചതിൻ്റെയൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ പറക്കിയൊക്കെ വെക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടെ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് കളയണം, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കളയാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം എന്തായാലും ഇത്തിരി നേരം നിന്നില്ല, ഇനി പോയി കിടക്കാമെന്ന് വിചാരിച്ചു. മരുന്ന് ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനുണ്ട് കേട്ടോ, വേറെ സമയത്തൊന്നും ഉള്ള മരുന്നൊന്നും ഇല്ല, എല്ലാം തീർന്നു. ഇനി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ഒറ്റ കിടപ്പായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വെള്ളം കുറച്ച് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി എപ്പോഴും എഴുന്നേറ്റ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അന്നേരം കിടന്ന് ഞാൻ പിന്നെ എഴുന്നേറ്റ് ഒരു 5:30 ആയപ്പോഴാട്ടോ. 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പിന്നെ ഒന്ന് റെഡിയായി ഫിസിയോയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞിനൊരു 6 മണി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോൾ ഒരു 6:30, ചിലപ്പം തിരക്കൊന്നുമില്ലെങ്കിൽ ഒരു 6:15 ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ എത്തും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഒരുങ്ങി നിന്നപ്പോഴാണ് കുഞ്ഞൻ പറഞ്ഞത് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും എന്നും പറഞ്ഞ് പിന്നീട് വിളിച്ച് പറഞ്ഞു. പിന്നീട് ഞാൻ അവിടെ പോയി കിടന്നു. അത് കഴിഞ്ഞ് കുഞ്ഞൻ വന്നപ്പോൾ ഒരു 6:30 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പതുക്കെ ഇറങ്ങിപ്പോയി അവിടെ വഴിയുടെ അവിടെ നിന്നു. അത് എപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നിട്ട് പിന്നെ നേരെ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ. ഈ 6 മണി കഴിഞ്ഞാൽ നല്ല തിരക്ക് വരും കേട്ടോ, കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നൊരു സമയമല്ലേ, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പോയതിന് ശേഷം കുറച്ച് നന്നായിട്ട് ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വലിയ ആൾ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ ഇന്ന് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കുറവൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഇട്ടു. എന്നിട്ട് അവിടെ സെക്യൂരിറ്റി പറഞ്ഞു അങ്ങോട്ട് നീക്കിയിടാനെന്നും പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് ഞാൻ പിന്നെ
ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ദാ ഈ ഒരു സംഭവം ഇങ്ങനെ ചേർത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ വൈബ്രേഷൻ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതാ ഇവിടെ കമന്ന് കിടക്കുകയാണ്, നട്ടെല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കുഞ്ഞൊരു കടയാട്ടോ, അവിടെ കയറിയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ചപ്പോൾ 10 രൂപ ഞാൻ കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അവിടെ നിന്ന് മേടിച്ചത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും ക്യാഷൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ എനിക്ക് അത് കൊടുത്തില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മനസ്സമാധാനമാണ്. അന്ന് എൻ്റെ അടുത്ത് കൊടുത്തു, അവരുടെ കയ്യിൽ ചില്ലറ തരാൻ വേണ്ടി ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നേരം ക്യാഷ് എനിക്ക് ചില്ലറ കൊടുക്കാനും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 10 രൂപ ഇനി വരുമ്പം തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. നമ്മളിനി അവിടെ നിന്ന് കയറുന്നൊന്നുള്ള ഒരു ഉറപ്പില്ല. പിന്നെ അതുവഴിയല്ലേ വരുന്ന, അന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്തായാലും ഇന്ന് ഇറങ്ങി എന്തെങ്കിലും ഫുഡ് മേടിച്ചിട്ട് അത് അവിടെ കൊടുത്തിട്ട് ബാക്കി മേടിച്ചുകൊണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് മൂന്നാംകുറ്റി വന്നിട്ട് അവിടെ നിന്ന് ഒരു പലചരക്കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ, പഞ്ചസാരയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു, ഒന്ന് ഫ്രഷായി, പിന്നെ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഇന്ന് ചിക്കൻ ഫ്രൈ മേടിച്ചു, പക്ഷേ അത് അത്ര സുഖമില്ലായിരുന്നു. പക്ഷേ ഈ 100 ഗ്രാം ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ വെക്കുമല്ലോ 80 രൂപയ്ക്കൊക്കെ, അങ്ങനെ 100 ഗ്രാമേ മേടിച്ചോളൂ. അത് ഞങ്ങൾ വേറെ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. പക്ഷേ അവരുടെ ഗ്രേവി നല്ലതായിരുന്നു കേട്ടോ, ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ഗ്രേവിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചമ്മന്തിയും പിന്നെ സാമ്പാറും ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അതില്ല, ഇവിടെ ഗ്രേവി മാത്രമേ ഉള്ളൂ, ഗ്രേവിയാണ് ഞങ്ങൾ ദോശയുടെ കൂടെ കൊടുക്കുന്നതെന്നാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അത് കൂട്ടിയാണ് കഴിച്ചത്. പക്ഷെ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയാണെങ്കിൽ കുഞ്ഞിന് കോഫി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോയി കോഫി ഇട്ടു. പിന്നെ ഞാൻ പോയി വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വന്ന് ഇട്ടോളാമെന്ന് പറഞ്ഞു. പിന്നെ കോഫി ഇട്ടു. പിന്നീട് ഞാൻ അവിടെ കുറച്ച് പഞ്ചസാര നമ്മളിന്ന് മേടിച്ചിട്ടുണ്ടോ, അതൊക്കെ പിന്നെ ഞാൻ ഈ ഡപ്പയ്ക്കകത്തൊക്കെ ആക്കി വെച്ചു, ഇല്ലെങ്കിൽ ഉറുമ്പങ്ങ് പാഞ്ഞങ്ങ് കയറും കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഒരു സമയത്താണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാറുള്ളത്. അല്ലാത്ത സമയത്ത് കുഞ്ഞൻ എപ്പോഴും ഫോണിലായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ പിടിച്ച് കുറച്ച് അവിടെ വെച്ചിട്ട് ഞാൻ പറയും ഇനി നമുക്ക് കുറച്ച് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കും. ചിലപ്പോൾ മിക്കപ്പോഴും പറയുമ്പോൾ ആൾക്ക് ദേഷ്യം വരും. കാരണം എന്ന് വെച്ചാൽ ആൾ പറയുന്നത് ഞാൻ രാവിലെ പോകുന്നതല്ലേ, അത് കഴിഞ്ഞ് ഞാൻ രാത്രിയിലാണ് വരുന്നത്, ഇതുവരെ ഞാൻ ഫോൺ എടുത്തിട്ടില്ല, ഇവിടെ വന്നാണ് ഞാൻ ഫോണൊന്ന് എടുത്തത് എന്നുള്ള ഡയലോഗായിട്ട്. പിന്നെ അങ്ങ് ഡയലോഗ് അടിയുടെ മേളമാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയൊക്കെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ, സീ യു.